എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പണ്ട് കാലങ്ങളിൽ ഇന്നത്തെ പോലെ നിറയെ വീടുകളൊന്നുമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഭയാനകമായ നിരവധി കഥകളാണ് നമ്മൾക്കൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ കൊച്ചു കുട്ടികൾ തന്നെ ചർച്ച ചെയ്യുന്ന സമയത്ത് പ്രേതം, ഭൂതം, പിശാചി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, യക്ഷിക്കഥകളൊക്കെ നിരവധി കേട്ടതുകൊണ്ട് തന്നെ വളരെയേറെ പേടിയാണ്. സന്ധ്യാസമയത്തൊക്കെ വെളിയിലേക്ക് ഇറങ്ങി പോകാനും പേടിയാണ്. കാരണം വീടുകളൊക്കെ കുറവായതുകൊണ്ട് വിജനമായ സ്ഥലത്തേക്കൂടി പോകുന്ന സമയത്ത് പലരും പലതരത്തിലാണ് ആ അവസരത്തിൽ കൈകാര്യം ചെയ്തിരുന്നത്. ചില ആൾക്കാർ ഇങ്ങനെ വരുന്ന സമയത്ത് ഒച്ചത്തിൽ പാട്ടൊക്കെ പാടും. അതെന്ന് വെച്ചാൽ ഭയന്നിട്ട് ഉള്ള ഒരു ധൈര്യം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ രാത്രി കാലങ്ങളിൽ വീടുകളിൽ കിടന്നുറങ്ങുന്ന അവസരത്തിൽ പോലും ചില ആൾക്കാർക്ക് ഭയമുണ്ടാവും. ഭയമുള്ള സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിലില്ലേ, അന്ന് മുത്തശ്ശിമാരും മുത്തശ്ശന്മാരൊക്കെ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമുണ്ട്. എന്താ അറിയോ, നമ്മൾക്ക് ഭയം വരുന്ന അവസരത്തിൽ, പേടിയുണ്ടാകുന്ന അവസരത്തിൽ ചെയ്യാവുന്ന ഒരു മന്ത്രമായിട്ടാണ് ഇത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. എന്താ വെച്ചാൽ, സാക്ഷാൽ അർജുനൻ്റെ 10 പേരുകളുണ്ട്. അർജുന 10 എന്നാ പറയുക. ആ 10 പേരുകൾ അങ്ങോട്ട് പറയുക. അത് നമ്മൾ പറഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു തരത്തിലുള്ള ഭയവും ഉണ്ടാവില്ല. നല്ല ധൈര്യത്തോട് കിടന്നുറങ്ങാം. ദുസ്വപ്നം ഒന്നും കാണില്ല എന്നാണ് വിശ്വാസം. കാരണം അർജുനൻ എന്ന് പറയുന്നത് വില്ലാളി വീരനാണ്. സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ്, അല്ലെങ്കിൽ അടുത്ത തോഴനാണ്. അതുകൊണ്ട് തന്നെ ആ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാകും. മാത്രമല്ല ആ അർജുനൻ രക്ഷക്കായിട്ടുണ്ടാകും എന്നാണ് സങ്കല്പം. സാക്ഷാൽ നരനാരായണന്മാരുടെ അവതാരമാണല്ലോ, പുനർജന്മമാണല്ലോ അർജുനനും ശ്രീകൃഷ്ണനും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ധൈര്യമാണ് ഈ ഒരു അവസരത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ അർജുനൻ്റെ 10 പേരുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കണ്ണടച്ചും കൊണ്ടാണ് അന്ന് നമ്മുടെ കുട്ടികൾ ഈ ജപിച്ചിരുന്നത്. അപ്പോൾ അന്ന് അർജുനൻ, ഫൽഗുണൻ, പാർത്ഥൻ, അതുപോലെ കിരീടി, വിജയൻ, ശ്വേതാശ്വൻ, ജിഷ്ണു, ധനഞ്ജയൻ, സവ്യസാചി, ബിഭത്സു, ഇങ്ങനെ 10 പേരുകളാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ അവർക്കുള്ളിലൊരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇന്നും നമ്മുടെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. കാരണം ഒരു തരത്തിലുള്ള ദോഷവുമില്ലാത്ത, അവർക്ക് സാക്ഷാൽ അർജുനനെ പോലെ ആകാനുള്ള ഈ മന്ത്രം ജപിക്കാൻ നിനക്കും അർജുനനെ പോലെ ആകാം, അർജുനന് ഒന്നിനെയും പേടിയില്ലാത്തതാണ്, അവിടെ നിനക്കും അതുപോലെ ആകാം എന്നുള്ള ധൈര്യം കൊടുക്കാനും ഇത് ഉപകരിക്കും എന്നർത്ഥം.